ഈ ഒരു മാസ്ക് നമുക്ക് മുഖക്കുരു ഉള്ള ഭാഗത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ചെറിയ രീതിയിലുള്ള ആക്നെയോ പിമ്പിളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി വീട്ടിൽ പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മുഖക്കുരുവും പാടുകളും ഒക്കെ മായ്ക്കാനും അതുപോലെ തന്നെ ഇതൊന്നും വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് നീം ഫേസ് മാസ്ക്. നമ്മുടെ വീട്ടിൽ തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുക എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നും നോക്കാം. നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ആര്യവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആര്യവേപ്പില ഇലകൾ എടുക്കുക. അതിൽ നമുക്ക് ഇലകൾ മാത്രമായിട്ട് വേർപെടുത്തി എടുക്കണം. ഒരുപാട് ഗുണങ്ങളുള്ളവയാണ് ആര്യവേപ്പില. അപ്പം നമ്മൾ ഈ ആര്യവേപ്പില ഇലകൾ മാത്രം വേർതിരിച്ചെടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, നാരങ്ങാനീര്, തേൻ എന്നിവയാണ്. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഗ്ലോയിങ് ആകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ആക്നെയോ അതിൻ്റെ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും ഈ ഒരു മഞ്ഞൾപ്പൊടി നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ ഏകദേശം 1 സ്പൂണോളം തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആക്നെ വരാതെ സംരക്ഷിക്കാനായിട്ട് തേനിനാകും. മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കാതെ മോയ്സ്ചറൈസ് ചെയ്യാനും തേനിന് കഴിവുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി നല്ല ഒരു പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ആ ഒരു പരുവത്തിനൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി നാരങ്ങാനീരാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനും സ്കിൻ ലൈറ്റേൺ ചെയ്യാനും സഹായിക്കുന്നതാണ് ഈ നാരങ്ങാനീര്. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ചർമ്മത്തിലെ ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് നാരങ്ങാനീര്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ല ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആര്യവേപ്പില കൂട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നല്ല പേസ്റ്റായിട്ട് അരഞ്ഞിരിക്കുന്ന ആര്യവേപ്പിലയാണിത്. ഇത് ചേർത്ത് കൊടുക്കുക. ആര്യവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആക്നെ മാറാനായിട്ട്, ആക്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്, ചർമ്മം പെട്ടെന്ന് പ്രായമാവുന്നത് തടയാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ട് ഒക്കെ ആര്യവേപ്പില സഹായിക്കുന്നുണ്ട്. ആര്യവേപ്പില ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി നല്ല പാകത്തിനാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു മാസ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മാസ്ക് നമുക്ക് മുഖക്കുരു ഉള്ള ഭാഗത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ചർമ്മത്തിൽ മുഴുവൻ, അതായത് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ എൻ്റെ മുഖത്ത് ബ്ലാക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ മുഖക്കുരു അതിൻ്റെ പാടുകളൊക്കെ ഉള്ളിടത്താണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്കും അതുപോലെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം കുറച്ച് സമയം വെക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇതിങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് വിടുക. അതിനുശേഷം നമുക്കിത് കഴുകി മാറ്റാവുന്നതാണ്. ചെറിയ രീതിയിലുള്ള ആക്നെയോ പിമ്പിളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി വീട്ടിൽ പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് വലിയ പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. എങ്ങനെയാണ് ഈ ഒരു നീം ഫേസ് മാസ്ക് തയ്യാറാക്കുക എന്ന് മനസ്സിലായില്ലേ? നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് കൊള്ളുക. കാരണം നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് എന്ത് ഉപയോഗിക്കുന്നതിന് മുൻപും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.